ആലുവ കിഡ്നാപ്പിംഗിന്റെ ചുരുളഴിയുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ പോലീസിന് ഒരു ദിവസം വേണ്ടിവന്നു. ഒരാളെയല്ല, 3 പേരെയാണ് കാറിൽ ബലമായി കയറ്റിക്കൊണ്ടുപോയത്. ഇവർ ആരൊക്കെയാണെന്നത് വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ഇവർ ഇപ്പോൾ എവിടെയെന്നത് കണ്ടെത്താനായിട്ടില്ല. തട്ടിക്കൊണ്ടുപോയ സംഘം 3 വഴിയിൽ ഉപേക്ഷിച്ചുവെന്നാണ് വിവരം. റെഡ് ഇന്നോവ കാറാണ് കേസിൽ തുമ്പായത്. വാഹനം എടുത്തുകൊടുത്ത 2 പേരെ കിട്ടിയതോടെയാണ് പ്രതികളാരാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തെത്തിയ പ്രതികൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടതായാണ് വിവരം. ആദ്യം കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഒരു ഐ വിറ്റ്നസ് ഉണ്ടായിരുന്നു. സോ അവരുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഒരാളുണ്ടായിരുന്നു. പക്ഷേ ഉടൻ തന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു. പിന്നെ ചെയ്തിട്ട് ശേഷം നമുക്ക് മനസ്സിലായത് 3 പേരുണ്ടായിരുന്നു. ഈ കിഡ്നാപ്പേഴ്സ് വിക്ടിംസിലെ തമ്മിൽ മുമ്പ് കുറച്ച് പരിചയമുണ്ടോ, അത് വളരെ സ്ട്രോങ് സസ്പീഷൻ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ കേസിൽ ഇനിയും പുറത്തു വരാനുണ്ട്. തട്ടിക്കൊണ്ടുപോകപ്പെട്ടവരെയും പ്രതികളെയും കിട്ടിയാൽ മാത്രമേ ചിത്രം വ്യക്തമാകൂ. സംഭവം നേൽക്കണ്ട ഓട്ടോ ഡ്രൈവറുടെ മൊഴിയിലാണ് നിലവിൽ കേസ് മുന്നോട്ടു പോകുന്നത്. സ്വർണ്ണക്കടത്ത്, കുഴൽപ്പണ സംഘങ്ങൾക്കിടയിലെ പടലപ്പിണക്കങ്ങൾ മുതൽ സാമ്പത്തിക ഇടപാടുകൾ വരെ പല കാരണങ്ങളാൽ ഇത്തരത്തിലുള്ള തട്ടിക്കൊണ്ടുപോകൽ നടന്നിട്ടുണ്ട്. ആലുവ സംഭവത്തിന് ഇതുമായി ബന്ധമുണ്ടോ എന്നതും പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.